ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കർണാടകയിലെ കോമൺ എൻട്രൻസ് എക്സാം CET പറ്റിയാണ്. കേരളത്തിലെ സ്റ്റുഡൻസിന് കർണാടകയിലെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ BSc നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി എഴുതേണ്ട പരീക്ഷയാണ് ഇത്. അപ്പോൾ ഈ പരീക്ഷയെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. കർണാടകയിൽ ഗവൺമെന്റ് സീറ്റും മാനേജ്മെന്റ് സീറ്റും ഉണ്ട്. അതിൽ തന്നെ ഗവൺമെന്റ് സീറ്റിക്കും മാനേജ്മെന്റ് സീറ്റിലെ ഒരു 60% സീറ്റുമാണ് KEA അഥവാ കർണാടക എക്സാമിനേഷൻ അതോറിറ്റി വഴി കിട്ടുന്നത്. ബാക്കിയുള്ള സീറ്റുകൾ കാശ് കൊടുത്ത് കയറുന്ന രീതിക്കുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗവൺമെന്റ് സീറ്റുകൾ മൊത്തം കർണാടകയിൽ പഠിച്ചു വളർന്ന കുട്ടികൾക്കുള്ളതാണ്. നമ്മൾ ഈ പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന സീറ്റ് മാനേജ്മെന്റിലെ തന്നെ ഗവൺമെന്റ് നിശ്ചയിച്ച തുകയിൽ പഠിക്കാവുന്ന KEAയുടെ സീറ്റുകളാണ്. ബാക്കി വരുന്ന സീറ്റുകൾ കാശ് കൊടുത്ത് ബുക്ക് ചെയ്യാവുന്ന രീതിയിലുള്ളതാണ്. പക്ഷേ ഇപ്പോൾ 7 സീറ്റ് കിട്ടണമെങ്കിലും നമ്മൾ കർണാടകയിലെ ഈ പറയുന്ന എക്സാം എഴുതേണ്ടതാണ്. അപ്പോൾ എന്താണ് ഈ പറയുന്ന മാനേജ്മെന്റ് സീറ്റിലെ തന്നെ പരീക്ഷ വഴി എഴുതുന്നതും അഥവാ കാശ് കൊടുത്ത് കയറുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. KEAയുടെ പരീക്ഷ എഴുതി നല്ല റാങ്കുള്ള കുട്ടികൾക്ക് 60% സീറ്റുകൾ KEA മാറ്റി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ കാശ് കൊടുത്ത് കയറുന്നവർക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് സീറ്റുകളെ ഉണ്ടാവുള്ളൂ. ആ സീറ്റുകൾ തന്നെ പല ഏജന്റുമാരുടെയും അണ്ടറിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആദ്യം ഏജന്റുമാരെ കോൺടാക്ട് ചെയ്യണം. അത് കഴിഞ്ഞ് ഏജന്റുമാർ വഴി അവർക്കൊരു കമ്മീഷൻ കൊടുക്കണം. അതുപോലെ തന്നെ ഈ പറയുന്ന കോളേജിന് ഒരു കമ്മീഷൻ കൊടുക്കണം. അതുപോലെ തന്നെ ബുക്കിങ്ങിന് എക്സ്ട്രാ ചാർജുകളുണ്ട്. ഈ പറയുന്ന ഒരു ചാർജുകളും KEA പരീക്ഷ എഴുതി നല്ല റാങ്ക് മേടിക്കുന്നവർക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ എക്സാം എഴുതി സീറ്റ് കിട്ടുന്നവർക്ക് KEA തന്നെ നിശ്ചയിച്ച ഫീസ് കൊടുത്താൽ മതി. അത് എല്ലാ കോളേജിലും സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ഡൊണേഷനും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതേസമയം സീറ്റ് ബുക്ക് ചെയ്ത് കാശ് കൊടുത്ത് കയറുന്നവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് ഫീസ് നിശ്ചയിക്കുന്നത് മാനേജ്മെന്റ് ആണ്. അവരുടെ ഫീസ് ഓരോ കോളേജിനനുസരിച്ചും വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ അവർ ഡൊണേഷനും കുറേ ചോദിച്ചു വരും. അത് മാത്രമല്ല എക്സ്ട്രാ ഫീസും വേറെ ഉണ്ടാവും. ചില ഏജന്റുമാർ ഓരോ ബഡ്ജറ്റിനനുസരിച്ചുള്ള പാക്കേജുകൾ തരും. അതായത് 6 ലക്ഷത്തിൽ പഠിച്ചിറങ്ങാം, 8 ലക്ഷത്തിൽ പഠിച്ചിറങ്ങാം. അങ്ങനെയുള്ള ബഡ്ജറ്റ് വെച്ചുള്ള കോളേജുകളാണെങ്കിൽ അവിടെ ഹോസ്റ്റൽ സൗകര്യം, ഫുഡ്, അതുപോലെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ വളരെ മോശമാവാനുള്ള സാധ്യതയുണ്ട്. നല്ല കോളേജുകളുണ്ട്, പക്ഷേ കാശ് കൊടുത്ത് കയറുന്ന ഭൂരിഭാഗം കോളേജുകളിലും ഇതുപോലെ ടീച്ചിങ് ഫെസിലിറ്റീസും അതുപോലെ തന്നെ ബാക്കിയുള്ള അക്കോമഡേഷൻ ഫെസിലിറ്റീസും കുറവാണ്. പക്ഷേ KEA വഴി കിട്ടുന്ന കോളേജുകളിൽ അതും മെഡിക്കൽ കോളേജ് കിട്ടിയാൽ തന്നെ നല്ല ക്വാളിറ്റി ഫുഡും എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റീസും കിട്ടും. അത് നല്ല മെഡിക്കൽ കോളേജ് തന്നെ നിങ്ങൾ ഓപ്ഷൻ എൻട്രിയുടെ സമയത്ത് ചൂസ് ചെയ്യണം. പിന്നെ ഈ എൻട്രൻസ് എക്സാം വഴി സീറ്റ് കിട്ടാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നേരിടുന്ന മെയിൻ പ്രശ്നമാണ് കുറച്ച് കാലം വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. ഒരു 5 മാസത്തോളം ഈ അലോട്ട്മെന്റിന്റെ പ്രൊസീജിയേഴ്സ് ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. ആ ഒരു പ്രശ്നം ഈ പറയുന്ന കാശ് കൊടുത്ത് കയറുന്ന കോളേജുകൾ ഉണ്ടാവില്ല. എന്നാലും കാശ് കൊടുത്ത് സീറ്റ് ബുക്ക് ചെയ്തിട്ടു എന്ന് പറഞ്ഞാലും ഈ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ KEAയുടെ എല്ലാ അലോട്ട്മെന്റും വന്നു കഴിഞ്ഞ് ബാക്കി കുട്ടികളും കൂടെ ജോയിൻ ചെയ്തതിന് ശേഷമായിരിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കാശ് കൊടുത്ത് ബുക്ക് ചെയ്തവർക്ക് പിന്നീട് അങ്ങോട്ട് ടെൻഷൻ ഇല്ലാണ്ട് ക്ലാസ് തുടങ്ങുന്നത് വെയിറ്റ് ചെയ്തിരിക്കാം. ബാക്കിയുള്ള കുട്ടികൾക്ക് കുറച്ച് നാൾ വെയിറ്റ് ചെയ്താലും നല്ല നിലവാരമുള്ള കോളേജിൽ പഠിച്ചിറങ്ങാൻ സാധിക്കും. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ് കൊടുത്ത് കയറാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ പരീക്ഷ എഴുതാണ്ട് തന്നെ കിട്ടുന്ന കുറേ കോളേജുകളുണ്ട്. അത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്നില്ല എന്നേ ഉള്ളൂ. വേറെയും യൂണിവേഴ്സിറ്റികളുണ്ട്. ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി, അതായത് സ്വന്തമായ രീതിയിൽ പരീക്ഷകളും ബാക്കി സർട്ടിഫിക്കറ്റുകളും ഇഷ്യൂ ചെയ്യണ യൂണിവേഴ്സിറ്റികളിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന എക്സാം എഴുതേണ്ട ആവശ്യമില്ല. ഇനി പറയാൻ പോകുന്നത് ഈ പറയുന്ന എക്സാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. ഈ എക്സാമിന് രജിസ്റ്റർ ചെയ്യാൻ 2500 രൂപയാണ് നിലവിലെ ഫീസ്. അതുപോലെ തന്നെ ഒരു അഡീഷണൽ 750 രൂപ ഓപ്ഷൻ എൻട്രിയുടെ സമയത്ത് മേടിക്കും. പിന്നെ ഒരു 10 രൂപ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ നേരത്തും മേടിക്കും. അത് പിന്നീടാണ്. 3 സബ്ജക്റ്റുകളാണ് പ്രധാനമായിട്ടുള്ളത്: ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഇതിന്റെ ഹാൾ ടിക്കറ്റ് വരുമ്പോൾ അതിൽ മാത്സും കൂടെ എഴുതിയിട്ടുണ്ടാവും. പക്ഷേ മാത്സ് എക്സാം നമ്മൾ എഴുതേണ്ട കാര്യമില്ല. ഇതിന്റെ ടോട്ടൽ സ്കോർ വരുന്നത് 180 അതുപോലെ തന്നെ ഒരു 100 മാർക്കിന് മുകളിൽ മേടിച്ചവർക്ക് നല്ലൊരു മെഡിക്കൽ കോളേജിൽ തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 50-ന് മുകളിലുള്ള മാർക്ക് മേടിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് കിട്ടും. അത് വെച്ച് തന്നെ നല്ലൊരു കോളേജിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാശ് കൊടുത്ത് ഒരു സീറ്റ് ബുക്ക് ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. പിന്നെ ഒരു കാര്യം, ഈ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും സെപ്പറേറ്റ് ആയിട്ടാണ് എക്സാം ഉണ്ടാവുക. നീറ്റ് പരീക്ഷ പോലെ എല്ലാം കൂടി ഒരുമിച്ചല്ല. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സമയം പഠിക്കാനുണ്ടാവും, റിവൈസ് ചെയ്യാനും ഉണ്ടാവും. അതുപോലെ ഈ പരീക്ഷയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇതിൽ നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല. അതായത് നമ്മൾ തെറ്റായ ഉത്തരം OMR ഷീറ്റിൽ മാർക്ക് ചെയ്താലും നമുക്ക് അവിടെ മാർക്കൊന്നും നഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ചോദ്യത്തിനും ഉത്തരം മാർക്ക് ചെയ്യാൻ പരമാവധി ശ്രമിക്കണം. പിന്നെ പാരന്റ്സിന് വരുന്ന ഒരു സംശയമാണ്, ഇപ്പോൾ സീറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ അലോട്ട്മെന്റിൽ വെയിറ്റ് ചെയ്താൽ പോലെ ഇനി എങ്ങാനും അലോട്ട്മെന്റിൽ കിട്ടിയില്ലെങ്കിൽ ഈ ബുക്ക് ചെയ്ത സീറ്റിൽ ജോയിൻ ചെയ്യാലോ എന്നുള്ളത്. അതിനുള്ളൊരു ഉത്തരം പറയുകയാണെങ്കിൽ പല ഏജന്റുമാരും പറയും സീറ്റ് തീരാറായി, വളരെ കുറച്ച് സീറ്റുള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് ബുക്ക് ചെയ്യുന്നത്. അതിപ്പോൾ ഈ പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പേ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നവർ. ഞാൻ പറയുകയാണെങ്കിൽ പരീക്ഷ എഴുതി തീരുന്നവരെ സീറ്റ് ഒന്നും ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റാങ്ക് ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യും. അതിൽ നിങ്ങൾക്ക് 2 ലക്ഷത്തിന് താഴെ റാങ്ക് ഇല്ല എന്നാണെങ്കിൽ മാത്രം സീറ്റ് ബുക്ക് ചെയ്താൽ മതി. അതിന് കാരണം 2 ലക്ഷത്തിന് താഴെ റാങ്കുള്ള മിക്ക കുട്ടികൾക്കും മെഡിക്കൽ കോളേജിൽ തന്നെ സീറ്റ് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഈ പരീക്ഷ എഴുതിയ 90% കുട്ടികൾക്കും 2 ലക്ഷത്തിന് മുകളിൽ റാങ്ക് ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. അതും കൂടെ കണക്കിലെടുത്തിട്ട് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ പറയുന്ന സീറ്റ് ബുക്ക് ചെയ്താൽ മതി. പിന്നെ കർണാടകയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെ പ്രധാനമായിട്ട് സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ഏജന്റുമാർ. ആദ്യം തന്നെ പറയാലോ, ഓരോ ഏജന്റിനെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലുമൊക്കെ കോളേജിനെ പറ്റി അറിയണം, ഇന്ന കോളേജിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടെന്ന് അറിയണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലുള്ള ഏജന്റുമാരോട് ചോദിച്ചറിയാം. പക്ഷേ നിങ്ങൾ അവരുടെ വാക്കുകൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ നിൽക്കരുത്. കാരണം അവരുടെ നേട്ടത്തിന് വേണ്ടി അവർക്ക് നിങ്ങൾ ഏതെങ്കിലും കോളേജിലേക്ക് പിടിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെതായ ഒരു കമ്മീഷൻ കിട്ടും. ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കാൻ ആണ് അവർ മാക്സിമം ശ്രമിക്കുക. അതുകൊണ്ട് നിങ്ങൾ ചേരാൻ ഉദ്ദേശിക്കുന്ന കോളേജിനെ പറ്റി പലരോടായിട്ട് അഭിപ്രായങ്ങൾ ചോദിക്കുക, അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ സന്ദർശിക്കുക. അല്ലാണ്ട് ഒരാൾ പറയുന്നതിൽ മാത്രം ഉറച്ചു നിൽക്കാതെ എല്ലാവരോടും ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാം. പിന്നെ ഒരു വിഭാഗമാണ് ആന്റി ഏജന്റ്സ്. അതായത് ഏജന്റുമാരെ പോലെ ഇങ്ങനെ കോളേജുകളിലൊന്നും ബുക്ക് ചെയ്ത് കൊടുക്കില്ല സീറ്റ്. അതിന് പകരം കർണാടകയിൽ എക്സാം വഴി ഈ പറയുന്ന നല്ല മെഡിക്കൽ കോളേജുകളിലേക്ക് സീറ്റ് വാങ്ങിച്ചു തരാം. അതിനുവേണ്ടി ഈ പറയുന്ന രജിസ്ട്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു കൊടുക്കും. അതും ഈ ലോകത്തില്ലാത്ത കാശിന്. സംഭവം നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കുക. ഈ പറയുന്ന KCET അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു കയ്യിൽ ഫോണും നിങ്ങളുടെ ഡീറ്റെയിൽസ് വ്യക്തമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്വയം തെറ്റുകൂടാണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് പകരം നിങ്ങൾ ഇതുപോലുള്ള ആൾക്കാർക്ക് ഇത്ര അധികം കാശ് കൊടുത്ത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റുമോ എന്നുള്ളൊരു ഭയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം. നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ സെന്ററിലോ അല്ലെങ്കിൽ വല്ല സെന്ററിലോ കൊണ്ട് ഡീറ്റെയിൽസ് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ നിങ്ങൾക്ക് അത് ചെയ്തു തരും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റ്
കൂടാണ്ട് അത് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഓരോ തെറ്റിനും പിന്നെ നിങ്ങൾക്ക് അത് ശരിയാക്കണമെന്നുണ്ടെങ്കിൽ കർണാടകയിലെ ബാംഗ്ലൂരുള്ളവരുടെ ഓഫീസ് വരെ പോണ്ടി വരും. ആ ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് ശരിക്കും ശ്രദ്ധിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വരുന്ന വാർത്തകൾ മാത്രം വിശ്വസിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കന്നഡയിലാണ് എഴുതി കാണിക്കുക. അത് അവിടെ സൈഡിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ ലാംഗ്വേജ് മാറ്റി ഇംഗ്ലീഷിലേക്ക് ആക്കാൻ പറ്റും. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ അതിന്റെ സൈഡിൽ തന്നെ UG സെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതി കാണിച്ചുകൊണ്ടിരിക്കും. അത് എപ്പോഴും ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഏജന്റുമാർ സ്ഥിരം പറയുന്ന ചില ഡയലോഗുകൾ ഉണ്ട്. അതിനെ പറ്റിയാണ്. അതിലെ സത്യാവസ്ഥ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കാര്യം, ഏജന്റുമാർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ പറയുന്ന KCET എന്ന് പറയുന്ന എക്സാമിന് ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മതി, അല്ലാണ്ട് പരീക്ഷ ഒന്നും കർണാടകയിൽ പോയി എഴുതേണ്ട ഒരു ആവശ്യമില്ല എന്നാണ്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പരീക്ഷ നിങ്ങൾ ഇത്ര കാശ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ പോയി എഴുതണം. എന്നാലാണ് നിങ്ങൾക്ക് അവിടെ മെറിറ്റ് സീറ്റ് കിട്ടുള്ളൂ. പെയ്ഡ് സീറ്റ് നോക്കുന്നവർക്ക് ഇതൊരു പ്രശ്നമാവില്ല. പക്ഷേ ഈ ഏജന്റുമാർക്ക് എന്താണ് ആവശ്യം? നിങ്ങളെ കൊണ്ട് ആ കാശ് കൊടുത്ത് മേടിപ്പിക്കണം, സീറ്റ് മേടിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ പരീക്ഷ അവിടെ പോയി എഴുതരുതെന്ന് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പെയ്ഡ് സീറ്റാണ് നിങ്ങൾ നോക്കണമെങ്കിൽ ഇത് എഴുതണ്ട. പക്ഷേ നിങ്ങൾക്ക് മെറിറ്റ് സീറ്റാണ് അവിടെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് പരീക്ഷ അവിടെ പോയിട്ട് അറ്റൻഡ് ചെയ്യണം. പിന്നെ അവർ സ്ഥിരം പറയുന്ന അടുത്തൊരു ഡയലോഗ് ഉണ്ട്. ഈ ഡയലോഗിലാണ് മിക്ക പിള്ളേരും വീഴുക. കാരണം ഞാനും ഈ പരീക്ഷ എഴുതിയ ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഞാൻ ഈ പരീക്ഷ എഴുതാൻ പോയ ദിവസം മിക്ക കുട്ടികളും തെറ്റിദ്ധരിച്ച് വെച്ചൊരു കാര്യമാണ് ഈ പറയാൻ പോകുന്നത്. അതായത് ഈ പരീക്ഷ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി, ഇതിന്റെ മാർക്കൊന്നും നമ്മൾ എവിടെയും പരിഗണിക്കില്ല, ഈ മാർക്ക് കൊണ്ട് നമുക്കൊന്നും പ്രത്യേകിച്ച് നേടാനില്ല, കർണാടക സ്റ്റുഡൻസിനെ മാത്രമാണ് അവർ പരിഗണിക്കുള്ളൂ എന്നുള്ള രീതിയിൽ മിക്ക പിള്ളേരും അവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ശരിക്കും നിങ്ങളെ ഏജന്റുമാർ പറഞ്ഞ് പറ്റിക്കുന്നതാണ്. ഈ കാര്യം വിശ്വസിച്ചിട്ട് കേരളത്തിൽ നിന്ന് തന്നെ മിക്ക കുട്ടികളും പഠിക്കാണ്ട് പരീക്ഷ എഴുതും. അപ്പോൾ എന്ത് സംഭവിക്കും? റിസൾട്ട് വരുമ്പോൾ ആ പഠിക്കാണ്ട് എഴുതിയ പിള്ളേരുടെ റാങ്ക് മാത്രം പുറകോട്ട് പോകും. അങ്ങനെ പഠിച്ച എഴുതിയ പിള്ളേർക്ക് റാങ്ക് കൂടുതൽ കിട്ടും, അവർ വിചാരിച്ച കോളേജിൽ അവർക്ക് ചേരാനും പറ്റും. മാർക്ക് കുറഞ്ഞ കുട്ടികൾ ഏജന്റുമാരെ എണ്ണിപ്പെട്ട് അവസാനം കാശ് കൊടുത്ത് സീറ്റ് മേടിക്കേണ്ടി വരും. ഇതാണ് ഈ കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് നടന്നു പോകുന്നത്. ഇതിലൊരു മാറ്റം തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുവരണം. അതായത് പഠിച്ച് തന്നെ പരീക്ഷ എഴുതാം. ആദ്യത്തെ കാര്യം, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, സുഖമായിട്ട് എളുപ്പം ജയിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് വെക്കേഷനിൽ കിട്ടുന്ന കുറച്ച് സമയം നല്ല രീതിയിൽ റിവൈസ് ചെയ്തിട്ട് തന്നെ ഈ പരീക്ഷ പോയി എഴുതാം. പിന്നെ ഈ ഏജന്റുമാരുടെ സ്ഥിരം ഡയലോഗാണ്, സീറ്റൊക്കെ തീരാറായി കർണാടകയിൽ, കേരളത്തിലെ കുട്ടികൾക്ക് അങ്ങനെ മെറിറ്റ് സീറ്റ് കിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വെറുതെ റിസൾട്ടും അലോട്ട്മെന്റ് ഒക്കെ വെയിറ്റ് ചെയ്ത് സമയം കളയണ്ട, വേഗം തന്നെ അഡ്മിഷൻ എടുത്തോ എന്നുള്ള രീതിയിൽ പറയും. ഇതിലെ സത്യാവസ്ഥ നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. 2 ലക്ഷത്തിന് താഴെയുള്ള മിക്ക കുട്ടികൾക്കും നല്ല മെഡിക്കൽ കോളേജിൽ തന്നെ കിട്ടും. അതുപോലെ തന്നെ 60,000-ന് താഴെ റാങ്കുള്ള മിക്ക കുട്ടികൾക്കും ടോപ്പ് ആയിട്ടുള്ള റെപ്യൂട്ടഡ് കോളേജിൽ തന്നെ പഠിച്ചിറങ്ങാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ അലോട്ട്മെന്റിന് തന്നെ വെയിറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ആദ്യത്തെ കാര്യം തന്നെ, ഇതിന്റെ എക്സാംസിനുള്ള രജിസ്ട്രേഷൻ ഡേറ്റ് വരുന്നത് ഒരു ഫെബ്രുവരി മാസത്തിലാണ്, ജാനുവരി ഫെബ്രുവരി മാസത്തിലാണ്. അതിനെപ്പറ്റി നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ പത്രത്തിലൊക്കെ ഒഫീഷ്യലായിട്ട് ഇവരുടെ അനൗൺസ്മെന്റ് വരും. അത് വന്നതിന് ശേഷം നിങ്ങൾ ഫീസ് അടച്ച് ഇതിന് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക. അതുപോലെ നിങ്ങൾ കേരളത്തിൽ നിന്നായതുകൊണ്ട് നിങ്ങളുടെ ക്ലോസ് Y ആയിരിക്കും അതിലെ കാറ്റഗറി ആയിട്ട് വരാം. അത് നിങ്ങൾ തെറ്റാണ്ട് തന്നെ കൊടുക്കണം. അത് തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അത് ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്ത് ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ നമ്മൾ നോൺ കർണാടക കാൻഡിഡേറ്റ് ആയതുകൊണ്ട് നമുക്ക് അവിടെ സ്പെഷ്യൽ ആയിട്ട് റിസർവേഷൻസ് ഒന്നും കിട്ടില്ല. പക്ഷേ നിങ്ങൾ ക്രിസ്ത്യാനിയാണ്, ക്രിസ്ത്യൻ മൈനോറിറ്റി അംഗമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ റെപ്യൂട്ടഡ് കോളേജായ സെന്റ് ജോൺസ് കോളേജ് ഓഫ് നഴ്സിംഗിലേക്ക് റിസർവേഷൻ വെക്കാം. അത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അവർ എടുത്ത് ചോദിക്കും. അപ്പോൾ അതിൽ യെസ് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. അതിനായിട്ട് നിങ്ങൾ ബാംഗ്ലൂർ പോകേണ്ടി വരും. പിന്നെ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. നിങ്ങൾ അഡ്മിറ്റ് കാർഡും അതുപോലെ തന്നെ ആധാർ കാർഡോ അല്ലെങ്കിൽ നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ID കാർഡ് കൊണ്ടുപോകണം. അതുപോലെ തന്നെ എക്സാം ഹോളിൽ 1 മണിക്കൂർ മുമ്പേ എത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഓരോ എക്സാമിന് മുമ്പും നിങ്ങൾക്ക് ഫ്രിസ്കിംഗ് ചെയ്യേണ്ടി വരും. അതായത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ ഒരു QR കോഡ് ഇട്ട് അത് നിങ്ങളുടെ എക്സാം സെന്ററിലെ ടീച്ചർമാർ സ്കാൻ ചെയ്യും. എന്നിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്യും. ആ സംഭവം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നേരത്തെ എത്തണം എന്ന് പറയുന്നത്. അത് എല്ലാ പരീക്ഷയ്ക്കും മുമ്പ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാ പരീക്ഷയ്ക്കും മുമ്പും ടീച്ചർമാരുടെ സിഗ്നേച്ചർ നിങ്ങൾ മേടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് എക്സാം ഹോളിലേക്ക് പ്രവേശിക്കുക. അതുപോലെ തന്നെ കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ സിമ്പിൾ ഡ്രസ് ഇടാൻ ശ്രമിക്കുക. ഭയങ്കര ഫുൾ സ്ലീവ് ആയിട്ടുള്ളതോ കൂടുതൽ പോക്കറ്റ് ഉള്ള പാന്റുകളോ ഇടാതെ പോവുക. പിന്നെ എക്സാമിന് ശേഷം നിങ്ങൾക്ക് അവിടുത്തെ കോളേജിലെ ക്യാൻറ്റീൻ ലഞ്ചിനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയം കോളേജിന്റെ ഭംഗി ആസ്വദിച്ച് ചുറ്റിത്തിരിഞ്ഞ് നടക്കാതെ പഠിക്കാൻ തന്നെ ശ്രമിക്കുക, റിവിഷൻ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ പരീക്ഷ കൊള്ളവും. നിങ്ങൾക്ക് ഈ പറയുന്ന ക്യാമ്പസ് വിസിറ്റ് എക്സാമിന് ശേഷം ചെയ്യാവുന്നതാണ്. പിന്നെ എക്സാം എഴുതാൻ വരുന്ന കുറേ പിള്ളേരുണ്ടാവും. അവരോടൊക്കെ ഇങ്ങനെ സംസാരിച്ച സമയം കളയാണ്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ചത് റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. വേറൊരു പരമമായ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞാലും മിക്ക കുട്ടികളും ഏജന്റുമാരുടെ വാക്ക് കേട്ട് അവരുടെ കെണിയിൽ വീഴുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇനി ഞാൻ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യത്തെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ചെയ്യേണ്ട കാര്യം, പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ഈ എൻട്രൻസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് തന്നെ കിട്ടും. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് എക്സാമിന്റെ സാഹചര്യങ്ങൾ നിങ്ങൾ സ്വയം സൃഷ്ടിക്കുക. എന്നിട്ട് ഈ പരീക്ഷ തന്നെ എഴുതി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യസമയത്ത് ഇത് ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. നിങ്ങൾക്ക് OMR ഷീറ്റ് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അപ്പോൾ അത് വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. OMR ഷീറ്റ് ബബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നിങ്ങളുടെ പരീക്ഷയിൽ എന്തുകൊണ്ടും ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഇഷ്ടംപോലെ യൂട്യൂബ് ചാനലുകളിൽ ഈ KCETയുടെ ക്ലാസ്സുകൾ കിട്ടും. അങ്ങനെയുള്ള യൂട്യൂബ് ചാനലുകൾ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഈ എക്സാമിന് ഉപയോഗിച്ചിരുന്നത് ദീക്ഷ കർണാടക എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ്. എനിക്ക് പേഴ്സണലി നല്ല എഫക്റ്റീവ് ആയിട്ട് തോന്നിയ ക്ലാസ്സുകൾ തന്നെയാണ്. ഇവരുടെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ 1 ഷോട്ട് റിവിഷൻസ് കിട്ടും ഓരോ ചാപ്റ്ററിലും. അത് തന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ പകുതിയോളം നമ്മൾ പഠിച്ചു. പിന്നെ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ തന്നെ അവർ PYQ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്കിലേക്ക് എത്താൻ പറ്റും. ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഈ പരീക്ഷ എഴുതാൻ പോയ എക്സ്പീരിയൻസ് ആണ്. ഞാൻ അന്ന് എടുത്ത വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട്. അത് വെച്ച് ഞാൻ പറയാം. ഞാൻ പപ്പയുടെ കൂടിയാണ് പരീക്ഷ എഴുതാൻ പോയത്. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് ട്രെയിൻ കയറിയത്. ഞങ്ങൾ ഏറ്റവും ചെലവ് ചുരുക്കി അങ്ങനെ ഈ പരീക്ഷ എഴുതാനാണ് ഞങ്ങൾ പരീക്ഷിച്ചത്. അപ്പോൾ ഞങ്ങൾ ജനറലിലാണ് പോയത്, റിസർവേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ രാത്രി ട്രെയിൻ കയറി. എൻ്റെ എക്സാം സെൻറ്റർ മാംഗ്ലൂരായിരുന്നു, മംഗലാപുരം. അവിടെ ശ്രീനിവാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്ന കോളേജിലായിരുന്നു എനിക്ക് എക്സാം സെൻറ്റർ ആയിട്ട് കിട്ടിയത്. കേരളത്തിൽ നിന്ന് ഏറ്റവും ദൂരം കുറവും ഏറ്റവും കൂടുതൽ ട്രെയിനും ഉള്ളത് മംഗലാപുരത്തായതുകൊണ്ടാണ് അവിടെ സെലക്ട് ചെയ്തത്. ബാംഗ്ലൂർക്ക് ആകെപ്പാടെ കുറച്ച് ട്രെയിനുള്ളൂ. അതുകൊണ്ട് അത് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പരീക്ഷ കൊള്ളാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ മാംഗ്ലൂരിൽ സെലക്ട് ചെയ്തത്. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ മംഗലാപുരത്ത് എത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആദ്യം തന്നെ ഞങ്ങൾ ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ്
ഞങ്ങൾ ഈ കോളേജ് എവിടെയാണ് തപ്പി നടക്കൽ തുടങ്ങി. കാരണം ഒരു ദിവസം മുമ്പ് വന്നത് ഈ കോളേജ് എവിടെയാണ് കണ്ടുപിടിച്ച് എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ കോളേജ് തേടി അവസാനം ബസ്സൊക്കെ കയറാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവിടുത്തെ ബസ്സിന്റെ ബോർഡൊക്കെ കന്നഡയിലാണ് എഴുതി വെച്ചേക്കുന്നത്, ഇംഗ്ലീഷിൽ എഴുതിയിട്ടില്ല. അതുകൊണ്ട് കണ്ടുപിടിക്കാൻ കുറച്ച് സമയം ആൾക്കാരോട് ചോദിച്ചറിഞ്ഞ് പിന്നെ മാപ്പൊക്കെ നോക്കി അങ്ങനെ കോളേജ് കണ്ടുപിടിച്ചു. കോളേജ് ഒരു മലയുടെ മുകളിലാണ്. അങ്ങനെ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അടുത്തുള്ള ഹോട്ടലൊക്കെ തപ്പി. ഹോട്ടലിൽ ചോദിച്ചപ്പോഴാണ് അവിടെ റൂമുകളൊന്നും ഇല്ല, റൂമൊക്കെ ഫില്ലായി. പിന്നെയുള്ള ലോഡ്ജിലൊക്കെ ചോദിച്ചപ്പോൾ അവിടെയൊക്കെ റൂമിന് ഭയങ്കര വില. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് ഒരു സീസണാണ്. അപ്പോൾ ഇത് ഏത് സീസണാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറയാണ് ഇപ്പോൾ ഇത് എൻട്രൻസിന്റെ സീസണാണ്. അതായത് കേരളത്തിൽ നിന്ന് കുറേ പിള്ളേർ എൻട്രൻസ് എഴുതാൻ വേണ്ടി ഇവിടെ റൂം ബുക്ക് ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ റൂമിനൊക്കെ ഭയങ്കര റേറ്റ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കുറേ ഏജന്റുമാരുണ്ട് ഈ പിള്ളേരെ ഇവിടെ കൊണ്ട് പരീക്ഷ എഴുതിച്ച് തിരിച്ചു വരാൻ നല്ല കാശ് കൊടുത്ത് ടൂറിസ്റ്റ് ബസ്സിലൊക്കെ കൊണ്ടുവന്ന് എഴുതിക്കണവർ. അങ്ങനെയുള്ളവർ ഈ ഹോട്ടലുകളൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചേക്കായിരിക്കും. ഏജന്റുമാർ തന്നെ കുറേ പേര് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കുക, റൂം മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതും നല്ലതാണ്. ഞങ്ങൾ അങ്ങനെ ബുക്ക് ചെയ്തില്ല. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ സഹായിച്ചു. അവർ പറഞ്ഞു ബസ് സ്റ്റോപ്പ് ഉണ്ട്, മംഗലാപുരം ബസ് സ്റ്റോപ്പിന്റെ അവിടെ പോയാൽ അവിടുത്തെ ലോഡ്ജുകൾക്കൊക്കെ വില കുറവായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബസ്സിൽ വേഗം ട്രാവൽ ചെയ്യാൻ പറ്റും കുറച്ച് നേരത്തെ ഇറങ്ങി കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ വീണ്ടും തിരിച്ച് ബസ് സ്റ്റാൻഡിൽ അവിടെ പോയി ലഞ്ചൊക്കെ കഴിഞ്ഞ് ഒരു ഉച്ചതിരിഞ്ഞ സമയമായിട്ടാണ്, ഈ ഒരു സമയമായിപ്പോഴേക്കും ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും അങ്ങനെ ഞങ്ങൾ നൗഫ എന്ന് പറഞ്ഞ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തു. 1000 രൂപയാണ്, കുഴപ്പമില്ലാത്ത സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പഠിക്കാൻ അത്യാവശ്യം പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്, വലിയ ഒച്ചയും പാടൊന്നുമില്ല. എനിക്ക് 2 ദിവസമായിട്ടാണ് പരീക്ഷ, ഫിസിക്സും കെമിസ്ട്രിയും, പിന്നെ പിറ്റേ ദിവസം ബയോളജിയും. അതുകൊണ്ട് 2 ദിവസത്തെ സ്റ്റേ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ദിവസം കഴിഞ്ഞ് പോയി. പിന്നെ പിറ്റേ ദിവസം നേരത്തെ എനിക്ക് എക്സാം ഹോളിലേക്ക് പോയി. അത്യാവശ്യം റിവിഷനൊക്കെ കഴിഞ്ഞിരുന്നു. കണ്ട ഇത്രയും വലിപ്പമുള്ള കോളേജാണ്. അവിടുത്തെ മിക്ക കോളേജിനും നല്ല വലിപ്പുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ കോളേജിൽ ഒരു ക്ഷേത്രം കാണാം. പിന്നെ അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ നഴ്സിംഗിന്റെ കോളേജ് ഉണ്ട്. കണ്ട ആ ഒരു കുഞ്ഞു ബിൽഡിംഗാണ് നഴ്സിംഗിനുള്ളത്. ഉള്ളിൽ എന്തോരം ഫെസിലിറ്റീസ് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നല്ല ഫെസിലിറ്റീസ് ഉണ്ടാവാം. ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ ഇവിടെ അത്ര പോയാന്നാണ് പറഞ്ഞു കേട്ടത്. അതാണ് പറയുന്നത്, വലിയ കോളേജാണെന്ന് കരുതി ചാടി കയറി അഡ്മിഷൻ എടുക്കരുത്. എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചറിയണം. കുറേ സ്റ്റുഡൻസ് എക്സാം എഴുതാൻ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറേ പാരൻസ് ഇങ്ങനെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായി. ഇതിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കന്നഡയിലെ പിള്ളേർ കുറേ പേര് കുറേ ട്യൂഷൻ സെന്ററിൽ നിന്ന് ഒരുപോലത്തെ യൂണിഫോം ഒക്കെ ഇട്ട് വന്നിട്ടുണ്ടായി. കുറേ പേര് വരിയായിട്ട് അവർ ബസ്സിൽ ഇറങ്ങി രജിസ്റ്റർ ചെയ്തു, വരിയായിട്ട് എഴുതി പോയി. എനിക്ക് തോന്നുന്നത് അവരായിരിക്കും ടോപ്പേഴ്സ് എന്നൊക്കെയാണ്. അവർ നഴ്സിംഗിൻ്റെ അല്ല എഞ്ചിനീയറിംഗിൻ്റെ ഒക്കെ ആയിരുന്നു. ഇവിടെ കേരളത്തിൽ നിന്ന് വന്നവർക്ക് നഴ്സിംഗ് മാത്രമേ അഡ്മിഷൻ കിട്ടുള്ളൂ. ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ എൻ്റെ ശ്രദ്ധയപ്പെട്ട ഒരു കാര്യമാണ്, ബാംഗ്ലൂരുള്ള എക്സാം സെന്ററിനേക്കാളും കുറച്ചും കൂടി സ്ട്രിക്റ്റ് കുറവായിട്ടുള്ളതാണ് ബാംഗ്ലൂർ. കാരണം ബാംഗ്ലൂർ പോയവർ പറഞ്ഞത് അവരെ കൊണ്ട് ചെരുപ്പ് കഴിപ്പിച്ചു. അതുപോലെ തന്നെ വലിയൊരു സെക്യൂരിറ്റി ലൈനൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ചെറിയൊരു ചെക്കിങ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ രണ്ടാമത്തെ ദിവസവും കടന്നുപോയി. അത് കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ ഞങ്ങൾ ട്രെയിൻ കയറി തിരിച്ച്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.